ആദ്യഘട്ടത്തിൽ 44 സൂപ്പർ ഫാസ്റ്റുകൾ വളരെ കളക്ഷൻ കുറഞ്ഞ് 44 സൂപ്പർ ഫാസ്റ്റുകൾ ഒതുക്കിയിട്ടതിന് ശേഷം അതേ ഡിപ്പോയിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അവിടുത്തെ എംഎൽഎമാരെയും ജനപ്രതിനിധികളെയും മോശക്കാരാക്കരുതെന്ന് വെച്ച് നിങ്ങൾ അവിടെ ഇട്ടുള്ളൂ. ഒരു 3 ആഴ്ച 4 ആഴ്ച അവിടെ ഇട്ടു. നിങ്ങൾ അവിടെ നിന്നൊരു പുതിയ റൂട്ട് തരും, കളക്റ്റീവായിട്ടുള്ള കൊടുക്കാതെ വന്നപ്പം അതെടുത്ത് അടുത്ത ഡിപ്പോയിൽ കുറച്ചുകൂടി കളക്റ്റീവായിട്ടുള്ള റൂട്ട് അവർ കണ്ടുപിടിച്ചു, അവർക്ക് കൊടുത്തു. ഇതിപ്പോൾ 18 വണ്ടികൾ ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയതാണ്. അതുകൊണ്ടാണ് മാറ്റിയത്, അല്ലാതെ അശാസ്ത്രീയമായി മാറ്റില്ല. കളക്ഷനുണ്ട് എന്ന് പറയുന്നത് ഈ പ്രതിഷേധിക്കുന്ന ആൾ എല്ലാ ദിവസവും കന്യാകുമാരി വണ്ടി പോകുന്ന ആളാണോ? എല്ലാ ദിവസവും കന്യാകുമാരി വണ്ടി പോകുന്നില്ലല്ലോ. ഒരു കാര്യം ആലോചിക്കണം, എറണാകുളത്ത് നിന്ന് കന്യാകുമാരി റോഡുമ്പം ആളെ കിട്ടുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ അടുത്തുനിന്ന് പോകുകയാണെങ്കിൽ കന്യാകുമാരിയിലേക്ക് തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിലാണ് നമുക്ക് ഏറ്റവും ആളെ കിട്ടുന്നത്. ആ റൂട്ട് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്ന വണ്ടികൾ അതാത് സ്ഥലങ്ങളിൽ ഒതുക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഇരുന്ന് ആലോചിച്ചിട്ട് പുതിയൊരു ഷെഡ്യൂൾ തയ്യാറാക്കി തന്നാൽ ഉടൻ അനുവാദം. അത് 2 ആഴ്ചകളും തന്നില്ലെങ്കിൽ ആ വണ്ടി അടുത്ത് മറ്റേ ഒരു ഡിപ്പോയിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ വേണ്ടേ? എന്നും ഇങ്ങനെ ദിവസവും നഷ്ടം സഹിച്ച് നമ്മൾ ഈ KSRTC സർക്കാർ 50 കോടി രൂപ ഒരു മാസം കൊടുക്കുന്നു. പെൻഷൻ ഇനത്തെല്ലാം കൂടെ കഴിഞ്ഞ മാസം 136 കോടി രൂപയാണ് KSRTCക്ക് ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവദിച്ചത്, സർക്കാരിൽ നിന്ന് അനുവദിച്ചത്. ഇതെല്ലാം വാങ്ങി വയ്ക്കുമ്പോൾ KSRTC അതിൻ്റെ വരുമാനം വർദ്ധിക്കാനും അതിൻ്റെ ചെലവ് ഉറപ്പിക്കാനുള്ള നടപടി എടുക്കണം. ഇത് സുശീൽ ഖന്ന റിപ്പോർട്ട് മുതൽ ശ്രീ തോമസ് ഐസക് മന്ത്രിയായിരിക്കുമ്പോഴും ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴും ശ്രീ ബാലഗോപാൽ മന്ത്രിയായിരിക്കും അവരെല്ലാം പറയുന്നത് ഞങ്ങൾ പണം തരാം സർക്കാരിൽ നിന്ന്, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്നാണ്. അതെടുക്കണ്ടേ? പുതിയ വണ്ടികൾ വരും, കളക്ഷൻ വർദ്ധിക്കും. പുതിയ വണ്ടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹയർ ക്ലാസ് വണ്ടികൾ വന്നു തുടങ്ങും. വണ്ടി പണി പൂർത്തിയായിട്ടുണ്ട്. ഒരു വണ്ടി നമ്മൾ പരിശോധിച്ചതിന് ശേഷം ഫസ്റ്റ് വണ്ടികൾ നിരന്തരമായി വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അതിനുള്ള പണമെല്ലാം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി വരും. സൂപ്പർ ഫാസ്റ്റ് 60 എണ്ണവും ഫാസ്റ്റ് 10. കാർഡ് തീർന്നു പോയത് കൊണ്ടാണ്. കാരണം 90,000 കാർഡാണ് ആദ്യഘട്ടത്തിൽ അടിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു മാർക്കറ്റാണ് അതിന് കിട്ടിയത്. ഒരു സ്വീകാര്യത അതിന് ലഭിച്ചു. കാർഡ് 90,000 ഏതാണ്ട് തീരാറായി. കാരണം 2,000 കണ്ടുള്ളൂ. 5 ലക്ഷം കാർഡ് കൂടി അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം കാർഡ് കൂടി അടിച്ച് മാർക്കറ്റിലിറക്കും. അതിപ്പോൾ ബസ്സുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത കടകളിൽ കൊടുക്കാൻ പോകാം. ബസ് സ്റ്റോപ്പുകളോട് അടുത്തുള്ള ചെറിയ കടകളിൽ ഇത് വിൽക്കാൻ കൊടുക്കും. ഒരു കാർഡ് വിൽക്കുമ്പോൾ 100 രൂപയ്ക്ക് ഒരു കാർഡ് വിൽക്കുമ്പോൾ 10 രൂപ കട ഉടമയ്ക്ക് കിട്ടും. ഒരു പുതിയ പ്രോഡക്റ്റ് കൂടി മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ കുറച്ചുകൂടി പോപ്പുലർ ആവുന്നത്. ഇപ്പോൾ അടിച്ചതെല്ലാം തീർന്നു എന്നുകൊണ്ട് വളരെ കുറച്ച് ഇനി ബാക്കിയുള്ളൂ. സ്റ്റുഡൻസിൻ്റെ കാർഡും ഈ മാസം അവസാനം അടിച്ചു വരും. അതോടുകൂടി അവർക്ക് കൊടുത്ത പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഈ കാർഡ് കൊടുക്കും. അല്ല, ബസ്സുകൾ അങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊഴിലാളികളാരും ഞങ്ങൾക്ക് KSRTC തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് തന്നിട്ടില്ല. KSRTC ജീവനക്കാരെ സമര നോട്ടീസൊന്നുമില്ല. അല്ല, അവർ സന്തുഷ്ടരാണ്. KSRTC ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ്. അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നു, 1-ാം തീയതിക്ക് മുമ്പേ കൊടുക്കുന്നു. മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുന്നു. ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ട് കഠിനമായ ജോലി ചെയ്യാൻ കഴിയാത്തവരെ എല്ലാം ലൈറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്തില്ലേ? അവർ സംതൃപ്തരാണ്. അവർക്ക് അസംതൃപ്തിയൊന്നുമില്ല. ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കായിരുന്നു. അവർക്കൊരു അസംതൃപ്തിയില്ല. KSRTC ജീവനക്കാരിപ്പം സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. അത് ഞാൻ പല ബസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സർവീസ് നടത്തില്ല. പണിമുടക്കിന് നമുക്കൊരു നോട്ടീസും തന്നിട്ടില്ല. കാരണം ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല KSRTCക്കുള്ളത്. കഴിഞ്ഞ തവണ തന്നെ ഒരു സമരം അവർ ചെയ്ത ദിവസം 6% ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കി 94% ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് KSRTCയുടെ മാറുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്.